الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ഫസ്ലുൻ ഫി ശുറൂത്തി തയമ്മുമി, തയമ്മുമിൻ്റെ ഷർത്തുകളിൽ പറയുന്ന അധ്യായമാണ്. കഴിഞ്ഞ ദിവസം എന്താണ് തയമ്മും, ആ തയമ്മുമിൻ്റെ ഫർളുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തയമ്മുമിൻ്റെ ഷർത്തുകളെ കുറിച്ചാണ്. നോക്കാം. വശുറൂത്തു തയമ്മുമി, തയമ്മുമിൻ്റെ ഷർത്തുകൾ. അൽ ഖസ്ദു ഇലത്തുറാബി, തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ്, അൽ ഖസ്ദു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെക്കുക. അപ്പോൾ മണ്ണിലേക്ക് ലക്ഷ്യം വെച്ച് മണ്ണെടുക്കുക, അതാണ്. ഒന്ന് മണ്ണ് കരുതി മണ്ണിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? തയമ്മും ചെയ്യണം. കാറ്റിങ്ങനെ അടിച്ചു വീശുന്നുണ്ട്, പൊടിക്കാറ്റിങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ മുഖം കാണിച്ചു കയ്യും കാണിച്ചു പോരാ, നമ്മൾ മണ്ണ് അടിച്ചെടുത്ത് ഉദ്ദേശപൂർവം ചെയ്യണം. അത് മറ്റൊരാളെ കൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ സമ്മതം കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് അൽ ഖസ്ദു ഇലത്തുറാബി, മണ്ണിലേക്ക് കരുതി, മനസ്സിൽ കരുതി വെച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രണ്ടാമത്തത് വയക്കൂനത്തുറാബു, മണ്ണ് ആവണം താഹിറൻ, ശുദ്ധിയുള്ളതാവണം. മലിനമായ മണ്ണാവരുത്, മാലിന്യമുള്ള മണ്ണാവരുത്. ത്വഹൂറൻ, ശുദ്ധി വരുത്തുന്നതുമാവണം. മുൻപൊരു ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതാവരുത്. അപ്പം മുസ്തഅമലാണ്, ത്വാഹിറാണ്. ത്വാഹിറും ആവണം, ത്വഹൂറും ആവണം. ലഹു ഗുബാറുൻ, അതിനിക്ക് പൊടി ഉണ്ടാവണം. പൊടിയുള്ള ത്വഹൂറായ ത്വാഹിറായ മണ്ണ് ആവണം. അതുപോലെ തന്നെ ഖാലിസൻ, തനിച്ച മണ്ണാവണം, അതായത് പ്യുവർ മണ്ണ്. അനിൽ ഖലീത്തി, കൂടിച്ചേരുന്ന മറ്റു വസ്തുക്കളെ തൊട്ട് പ്യുവറായ, മറ്റു വസ്തുക്കളൊന്നും കൂടിച്ചേരാത്ത വെറും തനിച്ച മണ്ണ് ആവണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റാഷിദ, നിങ്ങൾക്ക് ഒന്ന് ഷറയിൽ വിശദീകരിക്കും. ബഷീർക്ക, ആരാ? നാസർക്ക, ക്ലിയർ അല്ലേ? ഒന്ന്, നമ്മൾ മണ്ണിനെ ലക്ഷ്യം വെച്ച് എടുക്കണം. രണ്ട്, മണ്ണ് ത്വാഹിറാവണം, ത്വഹൂറുമാവണം, പൊടി ഉണ്ടാവണം, കൂടിക്കലരുന്നതിനെ തൊട്ട് തനിച്ച മണ്ണാവണം. എന്ന് പറഞ്ഞാൽ പ്യുവർ, വേറെ ഒന്നും അതിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടിയോ, ഞാൻ മരം മണ്ണായി മാറി ചതലൊക്കെ പിടിച്ച് അങ്ങനെയോ അതൊന്നും ചേരാൻ പാടില്ല. അതുപോലെ അയ്യക്കൂന, അതാവണം ബിളർബത്തൈനി, രണ്ട് അടി കൊണ്ടാവണം. നമ്മൾ ഒരടി മുഖത്തിനും ഒരെങ്ങനെ അടിച്ച് കയ്യിനും നമ്മൾ അന്ന് കാണിച്ചത്, അതേപോലെ രണ്ട് അടി കൊണ്ടാവണം. ഷർത്താണ്. ഏതൊക്കെ രണ്ടടി? ഒന്ന് ലർബത്തിൻ ലിൽ വജ്ഹി, മുഖത്തിന് ഒരടിയും, ലർബത്തിൻ ലിൽ യദൈനി, രണ്ട് കൈകൾക്ക് മറ്റൊരടിയും. മണ്ണെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ അടി. അതുപോലെ തന്നെ വഅയ്യകൂന, തയമ്മും ആവണം ബഅദ ദുഖൂലിൽ വഖ്തി, സമയം ആയതിനു ശേഷമാവണം. സമയം ആവുന്നതിന് മുമ്പ് തയമ്മും ചെയ്ത് വെക്കരുത്.
സമയമായി, ലുഹുർ നിസ്കരിക്കാൻ വേണ്ടി തയമ്മം ചെയ്യുകയാണെങ്കിൽ ലുഹുറിൻ്റെ സമയമാവും, സമയമായതിനു ശേഷം ആയിരിക്കണം. അതുപോലെ യുജദ്ദിദ തയമ്മുമ, അവൻ തയമ്മുമിനെ പുതുക്കണം, ലിക്കുല്ലി ഫർദിൻ, ഓരോ ഫർദിനും പുതുക്കണം. അപ്പോൾ ഒരു ഫറലായ കാര്യത്തിനാണ് തയമ്മം ചെയ്യുന്നത് എങ്കിൽ ഒറ്റ ഫർദിനെ അത് പറ്റൂ. സുന്നത്തുകളോ ഫർദ് കിഫായയോ ആയത് പറ്റും, ഈ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പറ്റും. ഫറദ് ഒരൊറ്റൊന്നിനെ ഒരു തയമ്മും പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബഷീർക്ക അല്ലപ്പോൾ ഒരാൾ ജോയിൻ ചെയ്തേ. അപ്പൊ തയമ്മുമിന്റെ ഷർത്തുകളാണ് സാഹിദ്, ഒന്നുകൂടി പറയാം. ഒന്ന്, അൽ ഖസ്ദു ഇല തുറാബി, മണ്ണിനെ ഉദ്ദേശിക്കണം, മണ്ണിനെ ലക്ഷ്യം വെച്ച് എന്ത് ചെയ്യണം? എടുക്കണം. വഅൻ യകൂന തുറാബു താഹിറൻ, മണ്ണ് ത്വാഹിറാവണം, ത്വഹൂറൻ, ത്വഹൂറുമാവണം, മാലിന്യമില്ലാത്തതാവണം, ത്വഹൂർ എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിക്കാത്തതാവണം. ലഹു ഗുബാറുൻ, അതിന് പൊടിയുണ്ടായിരിക്കണം. ഖാലിസൻ അനിൽ ഖലീത്തി, കൂടിക്കലരുന്ന മറ്റു വസ്തുക്കളെ തൊട്ട് തനിച്ചതായിരിക്കണം, വെറും മണ്ണായിരിക്കണം. അതിൻ്റെ കളർ എങ്ങനെയൊക്കെ ആവാം, അതൊന്നും കുഴപ്പമില്ല. വഅൻ യകൂന ബിളർബതൈനി, 2 അടി കൊണ്ടാവണം, 2 അടി കൊണ്ടാവണം. ഏതാ 2 അടി? ഒന്ന് ലർബത്തിനിൽ വജി, ഒന്ന് മുഖത്തിനിക്കുള്ളൊരടിയും, ലർബത്തിനിൽ യദൈനി, 2 കൈകൾക്ക് രണ്ടാമത്തെ അടിയും. ഒറ്റടിച്ചിട്ട് കയ്യും മുഖവും കയ്യും ഒക്കെ പാടെ തടവാൻ പാടില്ല. നെക്സ്റ്റ്, വഅൻ യകൂന തയമ്മുമാവണം ബഅദ ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചതിനു ശേഷമാവണം, സമയമായതിനു ശേഷമാവണം. വഅൻ യുജദ്ദിദ തയമ്മുമ, തയമ്മുമിനെ അവൻ പുതുക്കണം, ലിക്കുല്ലി ഫർളിൻ, ഓരോ ഫർളിനും തയമ്മുമിനെ പുതുക്കണം. ഓക്കെ അല്ലേ? സായിദ് ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ്, വഅൻ യുഫത്തിഷ, അവൻ അന്വേഷിക്കണം, അനിൽ മാഇ, വെള്ളത്തിനെ, വെള്ളം അന്വേഷിക്കണം. ഖബല തയമ്മുമി, തയമ്മുമ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കിട്ടുമോന്ന് നോക്കണം. വയക്കൂന, ആ അന്വേഷണമാവണം, ബഅദ ദുഖൂലിൽ വഖ്തി, സമയമായതിനു ശേഷം അന്വേഷണമാവണം. സമയമാവുന്നതിന് മുമ്പ് അന്വേഷിച്ചു, സമയമായപ്പോൾ അന്വേഷിക്കണം നിന്നില്ല, പറ്റൂല. സമയമായിട്ട് അന്വേഷിക്കണം. ഫി റഹ്ലിഹി, അവൻ്റെ യാത്രയിൽ അന്വേഷിക്കണം, യാത്രാ സംഘത്തിൽ അന്വേഷിക്കണം. യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും വെള്ളമുണ്ടോ? പൈസ തരാം, ഒരു മാന്യമായ പൈസ തരാം, വെള്ളമുണ്ടോ? അന്വേഷിക്കണം. വറുഫഖത്തിഹി, അവൻ്റെ കൂട്ടുകാരോട് അന്വേഷിക്കണം. കുറച്ച് പരിസരത്ത് കുറച്ച് കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരോട് അന്വേഷിക്കണം, അവരെയൊക്കെ ഒന്ന് വെള്ളം കിട്ടും, ആ രൂപത്തിലാണ്. അതുപോലെ വഹവാലൈഹി, അവൻ്റെ പരിസരങ്ങളിൽ അന്വേഷിക്കണം. വയുനാദി, അവൻ വിളിച്ചു ചോദിക്കണം. മൻ, ആരുണ്ട്, മഅഹു മാഉൻ, അവൻ്റെ അടുത്ത് വെള്ളമുള്ളത്, ആരെങ്കിലും വെള്ളമുള്ളവരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണം. എന്തേ? യെസ്, ക്ലിയർ അല്ലേ? യെസ്. അതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി, എവിടെങ്കിലും? ഓക്കെ ആണല്ലോ അല്ലേ? ബഷീർക്ക, റാഷിദ, നാസർക്ക? യെസ്.
ഇനി വമൻ ഒരാൾ ലം യജിദ് അവന് കിട്ടിയില്ല, മാഅൻ വെള്ളം കിട്ടിയില്ല, വലാ തുറാബൻ അവന് മണ്ണും കിട്ടിയില്ല, വെള്ളവും കിട്ടിയില്ല മണ്ണും കിട്ടിയില്ല. ഏതുപോലെ കാന അവൻ ആവൽ പോലെ, അലാ കുല്ലത്തി ജബലിൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്, മലയുടെ മുകളിലാണ് അവൻ. വെള്ളവുമില്ല മണ്ണുമില്ല. എന്നാൽ എന്ത് ചെയ്യണം അവൻ? സ്വല്ലൽ ഫർള വഹ്ദഹു ഫർള് നിസ്കാരം അവൻ നിസ്കരിക്കണം, ഫർള് മാത്രം നിസ്കരിക്കണം. വഅആദ വെള്ളം മണ്ണോ വെള്ളമോ കിട്ടുന്ന സമയത്തിൽ തയമ്മും ചെയ്ത് അല്ലെങ്കിൽ വുളൂ ചെയ്ത് അത് മടക്കുകയും വേണം. വെള്ളവുമില്ല മണ്ണുമില്ല എങ്കിൽ സമയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഓരോ സമയത്തും അതാത് നിസ്കാരം അവൻ നിസ്കരിക്കണം, അതിനെ മടക്കുകയും വേണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഒരാള് വെള്ളമില്ല മണ്ണുമില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി, അപ്പൊ അവൻ നിസ്കരിച്ചു, അവർക്ക് ഇപ്പൊ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല. അവൻ കിട്ടും. അതെ. അതോന് സമയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഖലാ ആക്കുന്ന കുറ്റം ഒഴിവാകും. നിസ്കാരം നിർവഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇനി അവൻ എന്ത് ചെയ്തു? അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എങ്കിൽ അവനോട് പിന്നെ ചോദ്യമില്ല, അതിൻ്റെ ഹിസാബില്ല. നേരെ മറിച്ച് അവന് വെള്ളമുള്ള സ്ഥലത്തെത്തി അത്യാവശ്യം ഉളുവും ഇതൊക്കെ എടുത്ത് നിസ്കരിക്കാൻ അവന് സൗകര്യപ്പെട്ടു, എന്നിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനോട് ചോദ്യമുണ്ടാവും. അത് നിർബന്ധമായൊരു കാര്യം അവൻ ചെയ്തില്ല. നിർബന്ധമായൊരു കാര്യം ചെയ്തില്ല, അത് അള്ളാഹു പുറത്തു തരികയാണെങ്കിൽ പുറത്തു തരും, ഇല്ലെങ്കിൽ അതിന് ശിക്ഷക്ക് കാരണമാകുന്ന ഒരു പ്രവർത്തനം ആണത്. ഓക്കെ ആണോ? അപ്പം അവിടെ ആ നിസ്കാരത്തിന് ഖലാ ആക്കുന്ന, നിസ്കാരം നിസ്കരിക്കാതിരിക്കുക എന്നുള്ള വലിയൊരു അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്ത വരാൻ പറ്റുന്ന ഒരു കാര്യം അവൻ ചെയ്തില്ല എന്നല്ലേ, ഇത് ഗുരുതരമായൊരു വീഴ്ചയാണ്. പിന്നെ സമയം സൗകര്യപ്പെടുമ്പോൾ ഇനി അവന് നാട്ടിലെത്തി, വെള്ളം സൗകര്യപ്പെടുന്നതിന് മുമ്പ് അവന് മരണപ്പെട്ടു, സ്വാഭാവികം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ല. നേരെ മറിച്ച് അവന് എല്ലാ സൗകര്യവും കിട്ടി പിന്നെയും വൈകിപ്പിച്ചു, അങ്ങനെ ആ വൈകിപ്പിച്ചത് കൊണ്ട് ഒരു ഹറാം അവന് വരും, അത് അപകടമാണ്. ലെസ്. അടുത്ത പറയട്ടെ റാഷിദ? ഓക്കെ അല്ലേ? വയജൂസു അനുവദനീയമാണ്, അത്തയമ്മുമു തയമ്മും ചെയ്യൽ, ലിൽ ബർദി തണുപ്പുണ്ടായതിന് വേണ്ടി, ശക്തമായ തണുപ്പ. എപ്പോ? ഇദാ ഫഖദ അവനില്ലാതെയാക്കിയാൽ, മാ ഒന്നിനെ, യുസഖിനു ബിഹി അൽ മാ ആ ഒന്നുകൊണ്ട് വെള്ളം ചൂടാക്കാൻ പറ്റും. വെള്ളം ചൂടാക്കുന്ന സൗകര്യങ്ങൾ അവനില്ലെങ്കിൽ തണുപ്പ് കാരണം അവന് തയമ്മും ചെയ്യാം. ഔ കാന അല്ലെങ്കിൽ അവനായി, ലാ തംഫഉഹു അവനക്ക് ഗുണം ചെയ്യുന്നില്ല, തദ്ഫിഅത്തു അഅ്ളാഇഹി അവൻ്റെ അവയവങ്ങളെ തുടച്ചെടുക്കൽ, വെള്ളം തുടച്ചെടുക്കുക, ബഅദ വസ്ലിഹ കഴുകിയതിന് ശേഷം. അപ്പോൾ കഴുകിയതിന് ശേഷം തുടച്ചെടുക്കാൻ പറ്റുന്ന
ഒരു കാര്യം അവന് ഗുണം ചെയ്യുന്നില്ല, അത്രയും ഗുരുതരമായ തണുപ്പാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉതു കൊടുത്ത് തുടച്ചെടുത്ത ആ പ്രശ്നം പരിഹരിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ല, കഴുകിയതിന് ശേഷം അവയവത്തിലുള്ള വെള്ളം തുടച്ചെടുക്കുന്നത് കൊണ്ട് പ്രത്യേക നേട്ടമൊന്നും അവനില്ല, അങ്ങനെയാണെങ്കിലും തയമ്മും ചെയ്യൽ അനുവദനീയമാണ്. ഔ അല്ലെങ്കിൽ ലാ യഖ്ദിറു അലൈഹ, തുടച്ചെടുക്കാൻ അവന് ശേഷിയില്ല, കഴിവില്ല. തുടച്ചെടുത്താൽ ഗുണമുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ തുടച്ചെടുക്കാൻ അവന് കഴിയുന്നില്ല. എന്നാൽ അവൻ തയമ്മും ചെയ്യൽ അനുവദനീയമാണ്. വയഖ്ലി, അവൻ ഖളാ വീട്ടണം. അവനല്ല, അതെ, അൽ മുതയമ്മിമുലിൽ ബർദ്, തണുപ്പിന് വേണ്ടി തയമ്മും ചെയ്തവൻ ഖളാ വീട്ടണം. ഇതേപോലെ തണുപ്പുണ്ടായപ്പോൾ തയമ്മും ചെയ്ത് നിസ്കരിച്ചവനാണെങ്കിൽ അവൻ്റെ നിസ്കാരം ഖളാ വീട്ടണം. വൽ മുതയമ്മിമു അൽ ആസി ബി സഫരിഹി, യാത്ര കൊണ്ട് ദോഷം ചെയ്യുന്ന തയമ്മും ചെയ്യുന്നവനും. ഒരു യാത്ര പോവാണ് അവന്, നല്ല ഹലാലായ അനുവദനീയമായ അല്ലെങ്കിൽ വാജിബായ മൻദൂബായ യാത്രയൊന്നുമല്ല, ദോഷം സംഭവിക്കുന്ന അള്ളാഹുവിനിക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ അവന് വെള്ളം കിട്ടിയില്ല, തയമ്മും ചെയ്ത് നിസ്കരിച്ചു. അങ്ങനെയുള്ള തയമ്മും ചെയ്തവനും നിസ്കാരം ഖളാ വീട്ടണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. അതിൻ്റെ ഷർഹ് നോക്കാം, വിശദീകരണം. തയമ്മുമിൻ്റെ ഷർത്തുകൾ 13 ഷർത്തുകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒക്കെപ്പാടെ ഒരു എണ്ണം കൊടുക്കുകയാണെങ്കിൽ 13 ഷർത്തുകളാണ്. 1, തയമ്മുമ് മണ്ണ് കൊണ്ടാവണം. ഏത് നിറമുള്ള മണ്ണാണെങ്കിലും പറ്റും. കല്ല് പൊടിച്ച് മണ്ണാക്കി അത് പറ്റൂല. മരം ചതല് പിടിച്ച് മണ്ണായിട്ട് തീർന്നു, ആ മണ്ണും പറ്റൂല. രണ്ടാമത്തത് അൽ ഖസ്ദു ഇല തുറാബി, മണ്ണിനെ അവൻ ഉദ്ദേശിച്ച് നീക്കം ചെയ്യണം. മൂന്നാമത്തത് മണ്ണ് ത്വാഹിറാവണം, അല്ലേ? മൂന്നാമത്തത്. നാലാമത്തത് ത്വാഹിറാവണം എന്ന് പറയുമ്പോൾ മണ്ണില് മൂത്രമൊഴിച്ചു കിട്ടി എന്ന് വിചാരിക്കുക, അത് ഉണങ്ങിപ്പോയി, എന്നാലും പറ്റില്ല. ഇനിയോ ഒരു മക്ബറയുടെ ഉള്ളിൽ നിന്നുള്ള മണ്ണാണ്, ചിലപ്പോൾ ഈ ഖബറിൽ വെച്ച വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ അതിലുണ്ടാവുമല്ലോ, ആ മണ്ണും പറ്റില്ല. ത്വാഹിറായ മണ്ണാവണം. നാലാമത്തത് ത്വഹൂറാവണം, അശുദ്ധിയെ നീക്കം ചെയ്യുന്നതിനോ നജസ് നീക്കം ചെയ്യുന്നതിനോ ഉപയോഗപ്പെടുത്തിയ
മണ്ണാവരുത്. നമ്മളിങ്ങനെ തേച്ചപ്പോൾ മുഖത്തുള്ള മണ്ണില്ലേ, അതിപ്പോൾ ഇവിടുത്തെ അശുദ്ധിയെ നീക്കാൻ ചെയ്യാൻ വേണ്ടിയില്ല, ഈ മണ്ണ് ഉപയോഗിക്കരുത്. മുസ്താമലായി അല്ലെങ്കിൽ നജസ് നീക്കാൻ വേണ്ടി മണ്ണ് ഉപയോഗിച്ചു, അതും പറ്റില്ല. പൊടി ഉണ്ടാവണം, പൊടി ഉണ്ടാവണം. അഞ്ചാമത്തത് പൊടി ഉണ്ടാവണം. അത് നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കണം. ആറാമത്തത് ഖാലിസൻ അനിൽ ഖലീത്തി, കലരുന്ന മറ്റു വസ്തുക്കളെ തൊട്ട് തനിച്ചതാവണം. പൊടിയോ കുറച്ചതാണെങ്കിലും പറ്റില്ല, ചെറിയ കുറച്ച് പൊടിയുള്ളൂ, അതും പറ്റില്ല. പ്യുവർ മണ്ണാവും. ഏഴാമത്തത് യകൂന ബിളർബത്തൈൻ, രണ്ട് അടി കൊണ്ടാവണം. ലർബത്തിൻ ലിൽ വജ്ഹ് വലർബത്തിൻ ലിൽ യദൈൻ, രണ്ട് കൈകൾക്ക് ഒരടിയും മുഖത്തിനൊരടിയും വേണം. എന്നേക്കാൾ കൂടാം, ആവശ്യമെങ്കിൽ കൂടാം. രണ്ടെണ്ണാക്കിയപ്പോൾ എല്ലായിടത്തും മണ്ണായില്ല, പിന്നെ കൂടാം. പിന്നെ അത് ചെയ്യൽ നിർബന്ധമായി, എല്ലായിടത്തും മണ്ണെത്തുക എന്നുള്ളത് ആയില്ല, എന്നാൽ പിന്നെ രണ്ട് അടിയേക്കാൾ കൂട്ടൽ നിർബന്ധം. ഈ തേമം ചെയ്യാനും മണല് യൂസ് ചെയ്യാമോ? മണല് അതും മണ്ണ് തന്നെയാണല്ലോ, എൻ്റെ നിറം വ്യത്യാസപ്പെട്ടു എന്നല്ലോ. ഇപ്പൊ ഒരു നായ ഒരു മണ്ണിൽ കുതിച്ചു, അത് കാണുമ്പോൾ നല്ല മണ്ണാണ്, അപ്പൊ ഇപ്പൊ എങ്ങനെ അറിഞ്ഞേ? നായ മൂത്രമൊഴിച്ചു എങ്ങനെ അറിഞ്ഞേ? അപ്പൊ 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 നായ മൂത്രമൊഴിച്ച് പറയണ്ട, നായ മൂത്രമൊഴിച്ച് അപ്പൊ പറയണ്ടല്ലോ. നമ്മൾ അറിയുമ്പോഴാണ്. ഇതിൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാധനകളിലെ നമ്മുടെ ഭാവന, നമ്മുടെ അറിവ്, അതാണ് പരിഗണിക്കുക, അതാണ് പരിഗണിക്കുക. ഉദാഹരണം പറയാം, എനിക്ക് ഒരു വെള്ളം ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഭാവനയുണ്ട്, മികച്ച ഭാവന, ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ആ വെള്ളം മലിനമായതായിരുന്നു, അത് കുഴപ്പമില്ല. യഥാർത്ഥ അവസ്ഥ ഇബാദത്തുകളിൽ പരിഗണിക്കില്ല. എന്നാൽ നമ്മൾ സ്വാഭാവികമാണല്ലോ, നമുക്കത് കുറിച്ച് തെക്കിലീഫ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇടപാടുകൾ, കച്ചവടങ്ങൾ, അതിൽ ഭാവന പോരാ. ഉദാഹരണം പറയാം, ഞാൻ മോഷണം നടത്തി കൊണ്ടുവന്ന ഒരു സാധനം വിറ്റു. സാഹിദിന്റെ ഭാവന എന്താണ്? എൻ്റെ സാധനമാണ് വാങ്ങുന്നതെന്ന്. നേരെ മറിച്ച് പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. അപ്പോൾ ആ സാധനം യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥന്റെ ഭാഗത്ത് നിന്ന് വാങ്ങാത്തത് കൊണ്ട് അത് കച്ചവടം അവിടെ ശരിയല്ല, കച്ചവടം ശരിയല്ല. നേരെ മറിച്ച് ഇബാദത്തുകളിൽ നമ്മുടെ ഭാവനയാണ്, ഭാവന എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 80% ഉറപ്പിനാണ് ഭാവന എന്ന് പറയാം, വന്നെന്നും പറയും. ഇൽമ് കിട്ടിയ പിന്നെ എന്തായാലും ഉറപ്പായി, ഇൽമിന് ചാഞ്ചാട്ടമില്ല, മാറ്റമില്ലല്ലോ. ഇൽമാണ് 100%, വന്ന് 80%, ശക്ക് 50%, പിന്നെ വഹമുണ്ട്, തോന്നൽ, ഖയാല്, അതൊക്കെ ഉണ്ട്. അതിന് 50 കുറവാണ്. യെസ്. എട്ടാമത്തത് ഓക്കെ അല്ലേ? ബഷീർക്ക, നാസർക്ക, റാഷിദ,
വ അൻ യകൂന, ആ തയമ്മുമാവണം ബഅദ ദുഖൂലിൽ വഖ്തി, സമയമായതിനു ശേഷമാവണം. സമയമായതിനു ശേഷമാണ്. ളുഹ്ർ നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്റിൻ്റെ സമയമാവണം. അസ്ർ നിസ്കരിക്കുകയാണെങ്കിൽ അസ്റിൻ്റെ സമയമാവണം. അപ്പോൾ യാത്രക്കാരനാണ്, അവൻ ജംഅ് ആക്കി നിസ്കരിക്കുന്നവനാണെങ്കിൽ ളുഹ്റിനെയും അസറിനെയും ളുഹ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞാൽ അസറിൻ്റെ സമയമായി ജമാക്കുമ്പോട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ തയമ്മും ചെയ്ത് അസർ നിസ്കരിക്കും. ഒൻപത്, അതാണ് അടുത്ത് പറയുന്നത്. അവൻ പുതുക്കണം തയമ്മുമിനെ ലിക്കുല്ലി ഫർളിൻ, എല്ലാ ഫർളിനിക്കും ഐനിയായ ഫർള് ഐനിയായ അടില്ല ഫർള് ഐനിനും ഓരോ ഋതുകൾ. ഏതുപോലെ 5 നേരത്തെ നിസ്കാരം, ഫർളായ ത്വവാഫ്, ഇവകൾക്കൊക്കെ എന്ത് ചെയ്യണം? പുതുക്കണം. 2 ഫർള് നിസ്കാരം ഒറ്റ തയമ്മം കൊണ്ട് പറ്റില്ല. മയ്യത്ത് നിസ്കാരം കുഴപ്പമില്ല, സുന്നത്ത് നിസ്കാരം കുഴപ്പമില്ല, എത്രയും ചെയ്യാം. അതുപോലെ വെള്ളം അന്വേഷിക്കണം. ഒരിക്കൽ സ്വയം അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ അയക്കണം തയമ്മം ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ സമയമായതിനു ശേഷവും. സമയമാവുന്നതിന് മുമ്പ് അന്വേഷിച്ചു, അത് പറ്റൂല. സമയമായപ്പോൾ അന്വേഷിച്ചില്ല, സമയമായിട്ട് അന്വേഷിക്കണം. എവിടേക്ക് അന്വേഷിക്കണം? ഫി റഹ്ലിഹി, അവൻ്റെ യാത്രാ സംഘത്തിൽ അന്വേഷിക്കണം. റുഫഖത്തിഹി, അവൻ്റെ കൂട്ടുകാരോട് ചോദിക്കണം. ഇതൊക്കെ ചെയ്യണം. ഇനി അവിടെ ഇല്ലെങ്കിലോ പരിസരത്ത് അന്വേഷിക്കണം. ഒന്ന് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് നടന്നു പോയിട്ട് അന്വേഷിക്കണം. അതൊക്കെ ചെയ്യണം. വയുനാദി, അവൻ വിളിക്കണം. മഅഹുമാ, വിളിച്ചു പറയണം, ആരെടുത്താ വെള്ളമുള്ളത്? അപ്പോൾ അവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ അശുദ്ധിയുള്ളവനും ജനാപത്തുള്ള വ്യക്തിയും ഉറപ്പാണ് വെള്ളം കിട്ടൂല എങ്കിൽ പിന്നെ തേർഡ് അന്വേഷിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ഒരു നീതിമാനായ ഒരാൾ പറഞ്ഞു, നിങ്ങൾ തേടിയിട്ടൊന്നും കാര്യമില്ല മക്കളെ, ഇവിടെ ഒന്നും വെള്ളമില്ല, എന്നാലും വേണ്ട. അവിടെ ഇബ്നു ഹജർ റഹിമഹുല്ല ഒരു ഖിലാഫുണ്ട്, എന്നാലും അന്വേഷിക്കണം എന്നാണ് മഹാനവറുകൾ പറയുന്നത്. 2 അഭിപ്രായം പറയാൻ കെൽപ്പുള്ളവരാണ്. 2 അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഓരോ അഭിപ്രായം സ്വയം പറയാൻ കെൽപ്പുള്ളവരാണ് റംലി ഇമാമും ഇബ്നു ഹജർ റഹിമഹുല്ലയും. ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത് ഒരാൾ പറഞ്ഞത് കേൾക്കണ്ട, അതെന്ത് ചെയ്താൽ മതി? അന്വേഷിക്കാം. ഇനി ചിലർക്ക് വെള്ളം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ സംശയമാണ്, അല്ലെങ്കിൽ തോന്നി, എന്നാൽ അന്വേഷിക്കണം. എന്നാൽ അന്വേഷിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവേ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വെള്ളം കിട്ടി, വെള്ളം വുളു പൂർത്തീകരിക്കാൻ തികയുന്നില്ല, എന്നാൽ ഉള്ളത് ഉപയോഗിക്കുക, ബാക്കിയുള്ളതിന് തയമ്മും ചെയ്യാം. ഇനിയോ
വമല്ലം യജിദ് മാഅൻ വലാ തുറാബൻ, വെള്ളവും കിട്ടിയില്ല മണ്ണും കിട്ടിയില്ല. ഇതുപോലെ അവൻ ഒരു കഅൻകാന അലാ ഖുല്ലത്തി ജബൽ, പർവ്വതത്തിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരിക്കണം, അവനൊരു റൂമിലിട്ട് അടച്ചു വെച്ചിരിക്കണം, അവിടെ വെള്ളമല്ല. എന്നാൽ അവൻ ഫർള് മാത്രം നിസ്കരിക്കണം, നിർബന്ധമായും അത് മടക്കുകയും വേണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ അവിടെ ഇപ്പം നമ്മൾ ഫർള് മാത്രം എന്ന് പറയുമ്പോൾ സുന്നത്ത് നിസ്കരിക്കരുത്, തിലാവത്തിൻ്റെ സുജൂദും ചെയ്യരുത്, മുസ്ഹഫ് തൊടൽ ചെയ്യരുത്, ഖുർആൻ നിസ്കാരത്തിൽ ഇവിടെ ചെറിയൊരു വിശദീകരണം ഉണ്ടാവുമല്ലോ. ഫാത്തിഹ മാത്രം ഓതാം, ഫാത്തിഹ മാത്രം അവൻ ഓതാം, വേറെ സൂറത്തുകൾ ഓതും. ഫാത്തിഹ നിർബന്ധമാണല്ലോ ഓതൽ, അതിൻ്റെ മേൽ ചുരുക്കണം. അതുപോലെ ഫറള് നിസ്കാരമേ പറ്റൂ, 5 നേരത്തെ ഫറള് നിസ്കാരം. അപ്പം നേർച്ചയാക്കിയത് പറ്റൂല, നേർച്ചയാക്കിയ നിസ്കാരം പറ്റൂല. അതാ ആയ നിസ്കാരമാവണം, അപ്പോൾ ഖളാ പറ്റൂല, ഖളാ വീട്ടാൻ പറ്റൂല. അതാ ആയ നിസ്കാരം എന്ത് ചെയ്യാൻ പറ്റും? തണുപ്പുണ്ടാകുമ്പോൾ വെള്ളം ചൂടാക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത്, വെള്ളം ചൂടാക്കാൻ പാത്രമല്ല, വിറകില്ല, തീയുമില്ല, ആ സമയത്ത് അവന് തയമ്മം ചെയ്യാം. കഴുകിക്കഴിഞ്ഞതിന് ശേഷം അവയവത്തെ തുടച്ചെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എന്നാലും തയമ്മം ചെയ്യാം. അല്ലെങ്കിൽ ഗുണമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല, അപ്പോഴും തയമ്മം ചെയ്യാം. അവൻ ഖളാ വീട്ടണം. വയഖ്ളിൽ മുതയമ്മിമു ലിൽ ബർദി അല വൽ മുതയമ്മിമു ലിൽ ആസി ബിസഫരിഹി, തണുപ്പ് കാരണം തയമ്മുമെടുത്ത് നിസ്കരിച്ചവൻ നിസ്കാരം ഖളാ വീട്ടണം. അതുപോലെ യാത്ര കാരണം ദോഷം ചെയ്യുന്ന ഒരു തയമ്മും ചെയ്തവനും ഖളാ വീട്ടണം. ഇത്രയുമാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇതിൽ സംശയമുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി. ഏതെങ്കിലും വാക്കർത്ഥം കിട്ടാത്തതുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടോ അല്ലേ? ചോദിക്കട്ടെ എന്നാ. റാഷിദ് പറയൂ. വെള്ളവും മണ്ണും ഇല്ല, വെള്ളവും മണ്ണും ഇല്ല, അവൻ എന്ത് ചെയ്യണം? ഓക്കെ, ക്ലിയർ, ഗുഡ്.
ബഷീർക്ക, സമയമായതിനു ശേഷമേ തയമ്മും ചെയ്താൽ തയമ്മും ശരിയാവൂ, എന്നിട്ടുള്ള നിസ്കാരം ശരിയാവും. അപ്പോൾ മുന്തിച്ച് ളുഹുറും അസറും ളുഹുറിൻ്റെ സമയത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ നിസ്കരിക്കും? അസറിൻ്റെ സമയമായിട്ടില്ലല്ലോ, എങ്ങനെ നിസ്കരിക്കും? ബഷീർക്ക, ജമ്മാക്കുമ്പോ, അതായത് ളുഹുറും അസറും നിസ്കരിക്കുകയാണ്, ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. അപ്പോൾ ളുഹുർ നിസ്കാരത്തിൽ തന്നെ ജമാക്ക് നിസ്കരിക്കണതിൻ്റെ രൂപം അറിയില്ലേ? ചുരുങ്ങിയിട്ട് ഒന്നിച്ച് ജമാക്കുമ്പോൾ ഒരു നിബന്ധനയാണ്, ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ നിസ്കാരം ഞാൻ ഇതിനോട് കൂട്ടി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അപ്പോൾ പിന്നെ ആ നിസ്കാരം കഴിഞ്ഞാൽ ഇതിൻ്റെ സമയമായി, അടുത്ത നിസ്കാരത്തിൻ്റെ സമയമായി, പിന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കാം. യെസ്. തയമ്മുമിൻ്റെ ഷർത്തുകൾ എല്ലാം പാടെ പറയണ്ട, അറിയുന്നത് പറയും. സാഹിദ്, പിന്നെ എവിടെ ഉള്ളത്? പുറത്താ? പ്രോഗ്രാം നടക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇനി ചോദിക്കാം, ഞാൻ ളുഹുർ നിസ്കരിച്ചു, ളുഹുറിൻ്റെ സമയത്ത് ളുഹുർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തയമ്മം ചെയ്തു, പിന്നെ അസർ ബാങ്ക് കൊടുത്തു, ഉടൻ ഞാൻ അസർ നിസ്കരിച്ചു. ഈ നിസ്കാരം ശരിയാവുമോ ശരിയാവൂലേ? നാസർക്കല്ലേ? കാരണം ആ നിസ്കാരം കഴിഞ്ഞിട്ട് തയമ്മും ചെയ്തു, ളുഹുർ നിസ്കാരം കഴിഞ്ഞിട്ട് തയമ്മും ചെയ്തു, എന്നിട്ട് അവൻ വെയിറ്റ് ചെയ്തു അസർ ബാങ്ക് കൊടുക്കാൻ. എന്താ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അസറിന്റെ സമയമായതിനു ശേഷം ചെയ്യാൻ പറ്റും. ഒരു തയമ്മും ചെയ്തു, ഒരു ഫർള് ചെയ്തു, പിന്നെ ഒരു മയ്യത്ത് നിസ്കാരം വന്നു. നമ്മൾ ഹറമിൽ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ വക്തിനും ജനാസ നിസ്കാരം ഉണ്ടാവും, അധികം വക്തുകൾ. അപ്പോൾ എന്ത് ചെയ്തു? നിസ്കാരം കഴിഞ്ഞു, തയമ്മും ചെയ്തിട്ട് ളുഹുർ നിസ്കരിച്ചു, ശേഷം ഇമാമ് ജനാസ നിസ്കരിക്കണം, മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കുക. അപ്പോൾ ഇവൻ നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ? റാഷിദ്, സുന്നത്താണോ? ഫർള് തന്നെയല്ലേ? മറ്റേ മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായയാണ് കേട്ടോ, ഫർള് കിഫായ. നമ്മൾ ഫർള് ഐന് ആയ നിസ്കാരങ്ങളെ ഒന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പറ്റും തന്നെയാണ്, അത്ര ശരി തന്നെയാണ്. പക്ഷെ മയ്യിത്ത് നിസ്കാരം സുന്നത്തല്ല, മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായയാണ്. ആ ഒരു നാട്ടിൽ ഒരു സാമൂഹിക ബാധ്യതയാണ്.
ആരും അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ കുറ്റം കിട്ടും. ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടും, ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. യെസ് ബഷീർക്ക, തദ്ഫിഅത്ത് എന്താ അർത്ഥം? തദ്ഫിഅത്ത് അറിയില്ല. അടിവ ഇത് തദ്ഫിഅത്ത് എന്താ അർത്ഥം? കാണില്ല. ഓക്കെ, നമ്മുടെ റാഷിദ് പറയാം, തദ്ഫിയത്ത് എന്താ അർത്ഥം? തുടച്ചെടുക്കുക, തുടച്ചെടുക്കുക കേട്ടോ, തോർത്ത്. യുസഖിനു പറഞ്ഞ എന്താ? യുസഖിനു നമ്മുടെ സാഹിദ, യുസഖിനു പറഞ്ഞെന്താ? എന്താ റാഷിദ? യുസഖിനു ചൂടാക്കുക കേട്ടോ, ചൂടാക്കുക. ബാരിദ് തണുത്തത്, സാഹിന് ചൂടുള്ളത്. യുഫത്തിഷ്, മുഫത്തിഷ് എന്നൊക്കെ പറയില്ല. ചൂട് ചൂട് ചൂടുള്ളത് സാഹിൻ. ചൂടുള്ളത്തിന് എന്താ പറയാ? ഹാർ, അതും പറയും. ഹാർ, മൊയ ഹാർ അല്ലേ? മൊയ ബാരിദ് തണുത്ത വെള്ളം, മറ്റേത് ഹാർ. ഇവിടെ സഹന എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, സഹന എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. പിന്നെ യുഫത്തിഷ് ഏതിനെ? തദ്ഫിഅത്ത് തുടക്കേ, ഇതേ തുടച്ചെടുക്കുക. വെള്ളം അവയവം കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ തുണി ഉപയോഗിച്ച് മറ്റൊക്കെ തുടച്ചെടുക്കുക. യുഫത്തിഷു എന്ന് പറഞ്ഞാൽ എന്താ? യുഫത്തിഷു സാഹിദ, മുഫത്തിഷ് എന്നൊക്കെ പറയില്ലേ? മുഫത്തിഷ് വന്നു. ആ, അന്വേഷിക്കുക, പരിശോധിക്കുക, പരിശോധിക്കുക. മുഫത്തിഷ് പരിശോധിക്കുന്ന ആളാണല്ലോ. മദ്രസിൽ വരലില്ല മുഫത്തിഷ്. ഓരോ ചോദ്യം ചോദിക്കും, മദ്രസയുടെ രേഖകളൊക്കെ ക്ലിയർ ആണോ, അതൊക്കെ പരിശോധിക്കുന്നതാണ്. യെസ്, ഓക്കെ. അപ്പോൾ തയമ്മുമിൻ്റെ അവസാനിപ്പിക്കുക. തയമ്മുമിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളവും മണ്ണുമില്ലാത്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്, ഒരു കാരണവശാലും ഒരു നിസ്കാരവും നമുക്ക് ഖളാ ആവരുത്, നഷ്ടപ്പെടരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലിയർ അല്ലേ? യെസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ.
اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. അർഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളിവിടെ പഠിച്ചതും പഠിപ്പിച്ചതും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണം റഹ്മാൻ. ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഒരുപാട് അറിവുകൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിതർ, കൂട്ടുകാർ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ, കുടുംബങ്ങളിൽ, സന്താനങ്ങളിൽ, ഭാര്യമാരിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഐശ്വര്യം നൽകണം അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ പലരും ഇന്ന് മക്ബറകളിലാണ്. അവർക്കൊക്കെ നീ ഇതിൻ്റെ മിഥില സവാബ് എത്തിക്കണം അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും പരലോക ജീവിതം നീ വിജയിപ്പിക്കണം അല്ലാഹ്. അവസാനം സുഖലോക സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിപ്പിക്കണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، والحمد لله رب العالمين. ഓക്കെ അല്ലേ?